ഹലോ മക്കൾസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മക്കളെ, നാളെ നമ്മുടെ പരീക്ഷ എഴുതുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതും തീർച്ചയായും ചോദിക്കുന്നതുമായ ഒരു ചോദ്യമാണ് യ ഹമാര അധികാർ ഹെ എന്ന് പറഞ്ഞ ചാപ്റ്ററിനെ ആസ്പദമാക്കി ചോദിക്കുന്ന വിവരാവകാശവുമായി ബന്ധപ്പെട്ട് നമുക്ക് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ ചില ഓഫീസുകളിൽ നിന്നോ രേഖകളുടെ ഡീറ്റെയിൽസ് കിട്ടുന്നതിന് വേണ്ടി നാം അയക്കുന്ന ഒരു കത്തിനെ കുറിച്ച് നമ്മളോട് ചോദിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ ഇക്കഴിഞ്ഞ മോഡൽ എക്സാമിനേഷന് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം പരിചയപ്പെട്ടുകൊണ്ട് നമുക്കതിലേക്ക് പോകാം. അതായത് ചോദ്യം ഇങ്ങനെയാണ്: ആജ്കൽ ഇക്കാലങ്ങളിൽ റെയിൽഗാഡിയോമേ ട്രെയിനിൽ സ്ത്രീയോ പർ അത്യാചാർ ബഡ് രഹാ ഹൈ, സ്ത്രീകൾക്ക് നേരെയുള്ള അക്രമ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചു വരുന്നതായിട്ടാണ്. ഇസേ റോക്കനെ കെ ലിയെ, ഇതിനെ തടയാൻ വേണ്ടി ഭാരതീയ റെയിൽ മന്ത്രാലയ ദ്വാര, ഇന്ത്യൻ റെയിൽവേ മന്ത്രാലയം വഴി കീ ഗൈ ചെയ്തിട്ടുള്ള കാർവായാം കി ജാൻകാരി പാനെ കെ ലിയെ, നടപടിക്രമങ്ങളുടെ അറിവുകൾ ലഭ്യമാകുന്നതിന് വേണ്ടി ശ്രേയസ് ശ്രീനികേതൻ നയി ദില്ലിക്ക് ഓർസെ, അതായത് നയി ദില്ലിയിലെ ശ്രീനികേതനിലെ ശ്രേയസുവിൻ്റെ ഭാഗത്തു നിന്നും സാർവജനിക സൂചന അധികാരി റെയിൽ മന്ത്രാലയ നയി ദില്ലിക്ക് നാം സൂചന അധികാർ പത്ര തയ്യാർ കീജിയെ, അതായത് റെയിൽവേ അധികാരിയുടെ പേരിലേക്ക് ഒരു വിവരാവകാശ കത്ത് തയ്യാറാക്കാൻ. അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ എഴുതുമ്പോൾ 8 മാർക്കാണ് നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ മാതൃക. 2 രീതി ഇതാറുണ്ട്, 2 രീതിയും കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, ഈ ആൻസർ ഇപ്പോൾ ഇങ്ങനെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുന്നില്ല. അതിനെ ഞാൻ പകുതിയായിട്ട് കാണിച്ചു തരാം. നോക്കൂ, ഇവിടെ സ്റ്റാമ്പ് നമ്മൾ ആദ്യം ഉണ്ടാകുന്നത്, അതിന് നമ്മൾ ശരിക്കും സ്റ്റാമ്പ് നമ്മൾ 10 രൂപയെ എന്ന് എഴുതുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, 10 രൂപയെ ഒരു 10 രൂപയുടെ സ്റ്റാമ്പാണ് വേണ്ടത്. എത്ര രൂപയുടെ? 10 രൂപയുടെ സ്റ്റാമ്പാണ് വേണ്ടത്. അത് നമുക്ക് ഓർമ്മ വേണേ, മറന്നു പോകരുത്. വിവരാവകാശ പ്രകാരമുള്ള കത്താവുമ്പോൾ ആ സ്റ്റാമ്പ് അവിടെ ഇല്ലെങ്കിൽ തന്നെ കാര്യം പോയി. എന്നിട്ട് സേവാമേ, നമ്മൾ ആർക്കാണോ കത്ത് എഴുതുന്നത് അദ്ദേഹത്തിന് അഡ്രസ്സ് ചെയ്യുന്നു. സാർവജനിക സൂചനാ അധികാരി റെയിൽ മന്ത്രാലയ നയി ദില്ലി, അത് നമ്മൾ ആർക്കാണോ കത്ത് എഴുതുന്നത് അവിടെ എഴുതി. എന്നിട്ട് 1 നമ്പർ ഇട്ടിട്ട് ആവേദക നാം, അപേക്ഷകന്റെ പേര് ശ്രേയസ്. 2 ടാക്ക് കാ പൂരാ പത, അദ്ദേഹത്തിന്റെ തപാൽ അഡ്രസ്സ് എന്താണ്? ശ്രീനികേതൻ നയി ദില്ലി. 3 സൂചന കാ വിഷയ്, എന്ത് വിഷയമാണ് അറിയേണ്ടത്? റെയിൽഗാഡിയോമേ സ്ത്രീയോ പർ അത്യാചാർ സംബന്ധി, ട്രെയിനിൽ സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ചാണ് അറിയേണ്ടത്. 4 സന്ദർഭ്, ഈ ചോദിക്കാൻ കാരണം എന്താണ്? സൂചന കാ അധികാർ അധിനിയമം 2005, 2005 പാർലമെന്റ് പാസ്സാക്കിയ നിയമപ്രകാരമാണ് ഇത് ചോദിക്കാൻ തയ്യാറാവുന്നത്. എന്നിട്ട് അതിൻ്റെ ബാക്കി നമ്മൾ എഴുതുന്നു. 5ാമത്തെ പോയിന്റിൽ മാങ്കി ഗൈ സൂചന, എനിക്ക് അറിയേണ്ടുന്ന വിവരങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നു. ഇങ്ങനെയാണ്. 1 മിനിമം ഒരു 3 ചോദ്യങ്ങൾ എഴുതണം. പിछले साल, കഴിഞ്ഞ വർഷം റെയിൽഗാഡിയോമേ ട്രെയിനിൽ സ്ത്രീകളിൽ അത്യാചാർക്ക, സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന അക്രമ പ്രവർത്തനങ്ങളിൽ കിത്തനെ ശിക്കായത്ത് മിൽഗി, എത്ര പരാതികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന്. നമ്പർ 2 അത്യാചാർ പർ കിത്തനെ സ്ത്രീയോം കോ ജാൻ നഷ്ടുകയും, ഇങ്ങനെ ഉണ്ടായ സ്ത്രീകൾക്ക് നേരെ ഉണ്ടായ അക്രമ പ്രവർത്തനങ്ങളിൽ എത്ര സ്ത്രീകൾക്ക് യാത്രക്കിടയിൽ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. 3 റെയിൽഗാഡിയോമേ സ്ത്രീയോം പർ, ട്രെയിനുകളിൽ സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന അത്യാചാർ റോക്കിനെ അക്രമ പ്രവർത്തനങ്ങൾ തടയാൻ വേണ്ടിയിട്ട് ക്യാ കാർവായാം കീ ഗൈ ഹേ, എന്തെല്ലാം നടപടികളാണ് ഇതുവരെ സ്വീകരിച്ചിട്ടത് എന്നറിയണം. എന്നിട്ട് 6ാമത്തെ നമ്പറിൽ സൂചന ടാക്ക് യാ ദസ്തിമേ, നിങ്ങൾ കിട്ടുന്ന ആ വിവരം ഏത് രീതിയിൽ എനിക്ക് തരണം എന്നുള്ള ചോദ്യത്തിന് ടാക്ക് ദ്വാര തപാൽ വഴി അയച്ചാൽ മതി. എന്നിട്ട് ഹസ്താക്ഷർ ഒപ്പിടുക ശ്രേയസ്, എന്നിട്ട് നയി ദില്ലി ഡേറ്റും എഴുതുക. ഓക്കെ മക്കളെ, ഇത്രയും എഴുതി വെച്ചാൽ നമുക്ക് ആ വിവരാവകാശ കത്തായി. നോക്കൂ, അതിൻ്റെ പാർട്ട് 1 ആണ്. നിങ്ങൾ ഒറ്റ പേജിൽ എഴുതണം. ഞാൻ സ്ലൈഡിൽ കാണിച്ച പോലെ 2 കഷ്ണത്തിലല്ല എഴുതേണ്ടത്, ഒരു പേജിൽ. അതായത് നിങ്ങൾ ഇങ്ങനെ ഫുൾ ഷീറ്റ് പേപ്പറിൽ എഴുതണം. ഓക്കെ, റെഡി അല്ലേ? യെസ്, അങ്ങനെയാവും നമുക്ക് 8 മാർക്കാണ്. അടുത്തൊരു ചോദ്യം നമുക്ക് നോക്കാം. വേറൊരു ചോദ്യം: ആജ്കൽ സടക്ക് ദുർഘടനയെ ബഡ്ത്തി ജാ രഹി, ഇന്ന് റോഡ് അപകടങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഇത് ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഉസ്കി രോക്ദാം കെ ലിയെ, അത് തടയുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ ദ്വാര കീ ഗൈ കാർവായിയോം കി സൂചന പാനെ കെ ലിയെ, ഗവൺമെൻറ് ഭാഗത്തു നിന്ന് എടുത്തിട്ടുള്ള നടപടികളുടെ കൂടുതൽ അറിയുന്നതിന് വേണ്ടി മനോജ് കുമാർ താരാവിഹാർ പാലക്കാട് കി ഓർ സെ സാർവജനിക സൂചന അധികാരി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ സടക്ക് പരിവഹൻ വിഭാഗ് റോഡ് ട്രാൻസ്പോർട്ട് വകുപ്പ് കേരള സർക്കാർ കെ നാം പർ, കേരള ഗവൺമെന്റിന് നേരെ ഏക് സൂചന അധികാർ പത്ര തയ്യാർ കരി, ഒരു വിവരാവകാശ കത്ത് തയ്യാറാക്കാനാണ് നമ്മളോട് പറയുന്നത്. അങ്ങനെ വന്നാൽ ആ ചോദ്യത്തിന്റെ ഉത്തരം എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം മക്കളെ. നോക്കൂ, അതായത് ഇങ്ങനെയാണ് അത് ആൻസർ. ഈ രീതിയിലും നമുക്ക് വിവരാവകാശ കത്ത് എഴുതാം. അതായത് നേരത്തെ നമ്മൾ വരച്ച് ഗോളൊക്കെ വരച്ച് കണ്ടില്ലേ, ഇങ്ങനെയും എഴുതാം. അതായത് ഇവിടെ നമ്മൾ നോക്കൂ, ഇവിടെ നമ്മൾ 10 രൂപയെ എന്ന് വലതുവശത്ത് എഴുതി. 10 രൂപയെ എന്ന് എഴുതിയതിന് ശേഷം, 10 രൂപയെ എന്ന് നമ്മൾ എഴുതിയതിന് ശേഷം പ്രേഷക്, നമ്മൾ കത്ത് എഴുതുന്ന ആള് മനോജ് കുമാർ താരാവിഹാർ പാലക്കാട്, കത്ത് എഴുതുന്ന ആളിൻ്റെ പേര്. പിന്നെ സേവാമയം സാർവജനിക സൂചന അധികാരി സടക്ക് പരിവഹൻ വിഭാഗ് കേരള സർക്കാർ എന്ന് എഴുതി. എന്നിട്ട് നമ്മൾ ചൂട്ടിൽ മഹോദയ് വിഷയ് സടക്ക് ദുർഘടനയെ സംബന്ധി ജാൻകാരി പാനെ കെ ലിയെ, റോഡ് അപകടങ്ങൾ സംബന്ധിച്ച അറിവ് ലഭിക്കുന്നതിന് വേണ്ടി. എന്നിട്ട് സന്ദർഭ സൂചന അധികാർ അധിനിയമം 2005 എന്ന് എഴുതി.
അതിനുശേഷം 3 ചോദ്യങ്ങൾ നമ്മൾ എഴുതണം. ആ ചോദ്യങ്ങൾ ഒന്നിങ്ങനെയാണ്. ഒന്ന്, പിछले साल സടക്ക് ദുർഘടനാവും സെ, കഴിഞ്ഞ വർഷം റോഡ് അപകടങ്ങളിൽ കിത്തനെ ആദ്മിയോं का जान नष्ट हुए हैं, എത്ര ആളുകളുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. അടുത്തത് നമ്പർ 2, ദുർഘടനാവും സെ ജാൻ ഗയെ, റോഡ് അപകടങ്ങളിൽ ജാൻ ഗയെ, ജീവൻ പോയിട്ടുള്ള ലോഗോं की परिवार के लिए, ബന്ധുക്കളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട്, ആളുകളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് ക്യാ ക്യാ സഹായത കിയാ ഹെ, എന്തെല്ലാം സഹായങ്ങളാണ് ചെയ്തിരിക്കുന്നത്. 3, സടക്ക് ദുർഘടനയെ രോക്കിനെ के लिए, റോഡ് അപകടങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ട് ക്യാ ക്യാ കാർവായിയാ കിയാ ഹെ, എന്തെല്ലാം നടപടിക്രമങ്ങളാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഭവതീയ ഹസ്താക്ഷർ മനോജ് കുമാർ. ഇടതുവശത്ത് നമ്മൾ സ്ഥലവും ഡേറ്റുമാണ് എഴുതേണ്ടത്. ഓക്കെ, ഇങ്ങനെ എഴുതി വെച്ചാൽ നമുക്ക് വിവരാവകാശ കത്തായി. ഇങ്ങനെയും എഴുതാം, നേരത്തെ കാണിച്ചതുപോലെ നിങ്ങൾക്ക് ഈ ഫോർമാറ്റിലും എഴുതാം. ഓക്കെ മക്കളെ, 2 ഫോർമാറ്റിലും നിങ്ങൾക്ക് വിവരാവകാശ പ്രകാരം കത്ത് എഴുതാവുന്നതാണ്. ഇങ്ങനെയുള്ള ഏത് ചോദ്യങ്ങൾ വന്നാലും നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയണം. മറ്റെല്ലാ ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഇന്ന് വൈകുന്നേരത്തെ ലൈവിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഷുവർ ക്വസ്റ്റ്യൻസുമായി ഞാൻ ലൈവിൽ വരുന്നുണ്ട്. എല്ലാവരും കൃത്യസമയത്ത് ജോയിൻ ചെയ്യുക. നമുക്ക് ഗംഭീരമായിട്ട് പഠിക്കാം. ഓക്കെ.